മക്കളെ നമസ്കാരം. ഞാൻ വരുന്നത് ഹൈറേഞ്ചിൽ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിപ്പം മിസ് ഇവിടെ സംസാരിക്കുമ്പം എൻ്റെ ഒരു ജേണി ഞാൻ ആലോചിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് 2017-18 സമയങ്ങളിൽ അന്ന് നെറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോച്ചിങ് സെന്ററുകളൊക്കെ വളരെ എന്താണ് അങ്ങനെ കിട്ടാറില്ല. കാരണം ഒന്നത് ഗ്രാമപ്രദേശമാണ്. പിന്നെ നമുക്ക് ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ കോഴിക്കോട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഈ കോച്ചിങ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. ഒരു ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് നിങ്ങൾ പലപ്പോഴും ആദ്യമായി പരീക്ഷയെ സംവേദിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷയെ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്, അല്ലെ? കുറെ അധികം പരീക്ഷകൾ എഴുതിയ കുട്ടികളുണ്ട്. നെറ്റ് കിട്ടിയിട്ട് JRFിലേക്ക് മൂവ് ചെയ്യുന്ന കുട്ടികളുണ്ട്. JRFിന് ശേഷം PhDയിലേക്ക് മൂവ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇത്രയും ആധികാരികമായിട്ട് ഓരോ വിഷയത്തെ പറ്റി, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടൊരു ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു കരുത്താണ്. ഓക്കെ, നേരത്തെ ഒരു 6-7 വർഷം മുമ്പൊക്കെ ഉള്ള സാഹചര്യങ്ങൾ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് സ്വന്തമായി പഠിച്ച് ഒക്കെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് അവനവൻ കൂടുതൽ ഇൻഡെപ്തായിട്ട് പഠിക്കുന്നു, ലൈബ്രറി ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നു, ആ രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല മക്കളെ. ഇന്ന് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. ഇതൊരു ഓൾ ഇന്ത്യ രീതിയിലുള്ള ഒരു പരീക്ഷയാണ്, അല്ലെ? അപ്പൊ അതിൻ്റെ അനുസരിച്ചായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അവിടെ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പരീക്ഷ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ കേട്ടോ. ഇത് സാറൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മക്കളെ, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് JRF ഒക്കെ കിട്ടി. ഇനി എന്താണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്? PhDയിലേക്ക് പ്രവേശിക്കുക, അല്ലെ? ഇവിടെ PhD ഡോക്ടറേറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഡോക്ടറേറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള യൂണിവേഴ്സിറ്റി ലെവലിൽ അല്ലെങ്കിൽ കോളേജ് ലെവലിൽ ഒരു PhD ഒക്കെ വാങ്ങിച്ച് എനിക്കൊരു അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഒക്കെ ആയിട്ട് കരിയർ പോകണമെന്നുള്ളൊരു മജോറിറ്റി ആളുകളാണ്, അല്ലെ? അപ്പൊ നമുക്ക് അബ്ദുൽ കലാമിനെ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, കലാം ഏത് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഏതാണ്? എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്നുള്ളതാണ്, അല്ലെ? എന്താണ് നിങ്ങളുടെ സ്വപ്നം? അപ്പൊ കലാമിനോട് നമ്മൾ മറുപടി പറയുമ്പോൾ വെറുതെ ഒരു സ്വപ്നം പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലാരിറ്റിയോടുള്ള ഒരു സ്വപ്നം പറയണം. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ബാങ്ക് മാനേജർ ആകാനാണ് എന്റെ സ്വപ്നമെങ്കിൽ ഏത് ബാങ്കിൽ ഏത് പൊസിഷൻ, ആഫ്റ്റർ ഒരു 50 വർഷത്തിന് ശേഷം ഞാൻ ഏത് പൊസിഷനിലേക്ക് എത്തും, ഇത്രയും ക്ലാരിറ്റിയോട് പറയണം. ഓക്കെ, ഒരു അസോസിയേറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപകൻ, ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനാകണോ എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ എയിമാണ് സാർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ലൈഡ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ റെസ്യൂം, നിങ്ങളുടെ ബയോഡാറ്റ ഈ സ്ലൈഡിലെ കണ്ടന്റ് വെച്ച് നിരക്കണം. അതാണ് സാർ സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, നിങ്ങൾ നാളെ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ, നിങ്ങൾ ആ ജോലിയിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളുടെ റെസ്യൂം എന്ന് പറയുന്നത് ഏത് നിലവാരത്തിൽ വേണോടാ? ഈ സ്ലൈഡിന്റെ നിലവാരത്തിൽ വേണം. മനസ്സിലാകുന്നുണ്ടോ? ഇതിപ്പോ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിനെ എടുക്കുമ്പം അവിടുത്തെ ക്രൈറ്റീരിയ എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നിലവിലുള്ള ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കേരള ഗവൺമെന്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിനെ വെൽക്കം ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിറങ്ങി വരുമ്പോൾ കേരളത്തിൽ പ്രൈവറ്റ് സ്വകാര്യ സർവകലാശാലകളുടെ എണ്ണം കൂടും. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേ വരും കേട്ടോ. നമ്മൾ റിസർച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ അല്ലാത്ത വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. എങ്കിലും നിങ്ങൾ മാക്സിമം ഒപ്പം കൂടാൻ ശ്രമിക്കണം കേട്ടല്ലോ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ എവിടെ നോക്കുക? നമ്മുടെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, MPhil, PhD, നെറ്റ്, JRF, സ്ലെറ്റ്, റിസർച്ച് പബ്ലിക്കേഷൻസ്, പിന്നെ PhDക്ക് ശേഷമുള്ള പോസ്റ്റ് ഡോക്ക്, ഓക്കെ, ഇന്റർനാഷണൽ നാഷണൽ സെമിനാറുകൾ, ഇതിന്റെ എല്ലാം വെയിറ്റേജുകളാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. സമയത്തിന്റെ ഒരു പ്രശ്നം ഞാനുണ്ട്, സാർ ചുരുക്കി പറയാൻ നോക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 80+ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാത്തവർ എന്താണോ തൽസ്ഥിതി അത് തുടരുക. ഓക്കെ, ഇനി MPhil നിലവിൽ നിർത്തലാക്കി. MPhil നമുക്ക് ഇപ്പൊ നിലവിൽ വെയിറ്റേജുകളൊന്നുമില്ല. കാരണം എന്താണ്? നിലവിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ 7 എന്ന് പറയുന്ന വെയിറ്റേജ് നമുക്ക് കിട്ടുള്ളൂ, 7 എന്ന് പറയുന്ന മാർക്ക് കിട്ടുള്ളൂ. അതിനുശേഷം PhD ഉള്ള ഒരാൾക്ക് 30 മാർക്കാണ് ഒരു ഇന്റർവ്യൂവിന് കിട്ടുന്നത്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഇന്റർവ്യൂവിന് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കോളേജിലോട്ടുള്ള പരീക്ഷകൾക്ക് മാത്രമേ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവും ഉള്ളൂ.
യൂണിവേഴ്സിറ്റി തലത്തിലുള്ള, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അധ്യാപക തസ്തികൾക്ക് എന്തില്ല ടെസ്റ്റ് ഇല്ല, ഇന്റർവ്യൂ മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് വരേണ്ട സ്കോർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇനി ഈ നെറ്റ് സെറ്റും JRF പറയുന്നതോടൊപ്പം തന്നെ സാർ ഒരു കാര്യം കൂടെ കോട്ട് ചെയ്യാം. ഇപ്പം നെറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന യോഗ്യതയാണ്. ഒരു അധ്യാപകനാണുള്ള UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ പ്രകാരമുള്ള ഒരു അധ്യാപകനുള്ള അടിസ്ഥാന യോഗ്യത എങ്ങനെയാണ്? 55% മാർക്കോടുള്ള PG പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് UGC നെറ്റ് ആണ്. ഈ രണ്ടും മതി നമുക്ക്. ഓക്കെ, ഒരു അധ്യാപകൻ, കോളേജ് അധ്യാപകനുള്ള യോഗ്യത എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഏത്? PhD എന്ന് പറയുന്നത്. എല്ലാവർക്കും മാറിപ്പോകുന്നതാണ് കേട്ടോ. കോളേജിലോട്ടുള്ള അധ്യാപകന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG വിത്ത് നെറ്റും, യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴാണ് അത് PhD ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഒരാൾക്ക് നെറ്റ് ഉണ്ട്, PhD ഉണ്ടെങ്കിൽ PhD അധിക യോഗ്യതയായിട്ട് പരിഗണിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്ക് നെറ്റും PhD ഉണ്ടെങ്കിൽ PhD അധിക യോഗ്യതയായിട്ട് പരിഗണിക്കും. ഇനി ഒരാൾക്ക് PhD ഉണ്ട് എന്ന് വിചാരിക്കാം. ഇനി ഒരാൾക്ക് PhD ഉണ്ട് പക്ഷെ നെറ്റ് ഇല്ലെങ്കിൽ PhD എന്തിനായിട്ട് യോജിക്കും? PhD നെറ്റിന് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നെറ്റ് ഈക്വൽ ടു PhD ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു വ്യക്തിക്ക് നെറ്റ് ഉണ്ട്, PhD ഉണ്ടെങ്കിൽ PhD അധിക യോഗ്യതയാണ്. നെറ്റ് ഇല്ലാത്ത പക്ഷം PhD ഈക്വൽ ടു എന്താണ്? നെറ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. യെസ്. അതിനുശേഷം നെറ്റ് വിത്ത് JRF കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് കിട്ടുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്കാണ്. യെസ്, 7 മാർക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് ശേഷം 2 വർഷത്തെ PhDക്ക് ശേഷം നമ്മൾ പോസ്റ്റ് ഡോക്ക് എന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞൊരു 2 വർഷമെങ്കിലും പോസ്റ്റ് ഡോക്ക് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 10 മാർക്ക് വരെ അവാർഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പോസ്റ്റ് ഡോക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് എന്ന് പറയും, പോസ്റ്റ് ഡോക്ടർ ഫെലോ എന്ന് പറയും, PDF എന്ന് പറയും കേട്ടോ. യെസ്. ഇനി നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജ്, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഗവൺമെന്റ് കോളേജുകളിൽ 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനും മാക്സിമം നിങ്ങൾക്ക് മാർക്ക് കിട്ടും, 10 മാർക്കാണ്. ഇപ്പൊ ഗവൺമെന്റ് കോളേജിൽ എനിക്ക് 3 വർഷമോ 5 വർഷമോ 7 വർഷമോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. എത്ര മാത്രമേ പരിഗണിക്കത്തുള്ളൂ? 2 വർഷത്തെ മാത്രമേ പരിഗണിക്കുള്ളൂ. ആ 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഈക്വൽ ടു PDF ആണ്. അതായത് പോസ്റ്റ് ഡോക്ടർ ഫെലോയ്ക്കും ടീച്ചിങ് എക്സ്പീരിയൻസിന് കിട്ടുന്നത് ഒരേ വെയിറ്റേജ് ആണ്. മക്കളെ, സാറ് പറയുന്നത് ക്ലിയർ ആണെന്നുണ്ടോ? ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു പോകാനുള്ള സമയക്കുറവുണ്ട്. സാർ എല്ലാം സൂചിപ്പിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങളിതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് സാറ് കൊടുത്ത ഈ PPT-യിലേക്കുള്ളതാണ് നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും വിവരങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം ഇന്റർനാഷണൽ സെമിനാറുകൾ, നാഷണൽ സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ ഇതെല്ലാം കണ്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിഞ്ഞെങ്കിലും അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ എങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സെമിനാറുകളൊക്കെ പതുക്കെ പ്രസന്റ് ചെയ്യുകയും നാഷണൽ സെമിനാറുകളൊക്കെ പ്രസന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതിനെല്ലാം നിങ്ങൾക്ക് പേപ്പർ വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് ആ വെയിറ്റേജിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോകേണ്ടതാണ്, വളരെ സമയത്തിന്റെ പ്രശ്നമുണ്ട്. അതെ, നമുക്കിപ്പോ ഒരു ഗവൺമെന്റ് കോളേജിലെ എക്സ്പീരിയൻസ് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ എടുക്കില്ല. യെസ്, ഇതിനെ മക്കളെ JRF മാത്രമല്ലടാ PhDക്കുള്ള ഫെലോഷിപ്പുകൾ എന്ന് പറയുന്നത്. മറ്റ് പല തരത്തിലുള്ള ഫെലോഷിപ്പുകളുണ്ട്. ഓക്കെ, ഫെലോഷിപ്പിന്റെ മാത്രം നമുക്കൊരു സെക്ഷൻ വേറെ വെക്കാം. നമ്മൾ സാറുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, I+ന്റെ ടീം ഉടൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ നിങ്ങൾക്ക് വെക്കും. നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കുക, JRF മാത്രമല്ല ഫെലോഷിപ്പുകൾ. ഇപ്പം RJNF എന്ന് പറയുന്ന ഫെലോഷിപ്പ് ഉണ്ട്, രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് ഉണ്ട്. ഓക്കെ, അത് എന്താണ്? SC/ST കുട്ടികൾക്ക് ഈക്വൽ ടു JRF ആണ്. ഓക്കെ, അതുപോലെ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉണ്ട്, മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കുള്ളതാണ്, പ്രൈം മിനിസ്റ്ററിന്റെ ഫെലോഷിപ്പുകളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഫെലോഷിപ്പുകളുണ്ട്. ക്ലിയർ ആണെന്നുണ്ടോ? ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യാം. നിങ്ങൾ ആലോചിക്കുക, ഈ ഫെലോഷിപ്പിന്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിലാണ്? നിങ്ങളുടെ റിസർച്ച് പ്രപ്പോസലിന്റെ ബേസിലാണ് കേട്ടോ. ഇവിടെ നിങ്ങളൊരു റിസർച്ച് ചെയ്തു തുടങ്ങിയാൽ മാത്രമേ ഈ ഫെലോഷിപ്പുകൾ കിട്ടുള്ളൂ. ക്ലിയർ ആണെന്നുണ്ടോ? JRF നിങ്ങൾക്ക് നേരത്തെ തന്നെ അവാർഡ് ചെയ്യുകയാണ്. നിങ്ങൾ PhD എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് JRFന്റെ ഫെലോഷിപ്പ് തുക കിട്ടിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫെലോഷിപ്പുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്? ഈ പറഞ്ഞ ഫെലോഷിപ്പുകൾ നിങ്ങൾ റിസർച്ചിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത് കേട്ടോ. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവാം. സാർ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, യെസ്, നിങ്ങൾ ഇതിന് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്യണം. നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന റിസർച്ച് ഫെലോഷിപ്പുകളാണ്. അത് നമുക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ PhDക്കും പോസ്റ്റ് ഡോക്ടർ ഫെലോയ്ക്കൊക്കെ കൊടുക്കുന്ന റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് നവകേരള
ആ മിഷനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഫെലോഷിപ്പുകളുണ്ട്. ഈ ഫെലോഷിപ്പ് തുകയെന്നൊക്കെ പറഞ്ഞ മക്കളെ 50,000 to 1 lakh ആണ് പെർ മന്ത് വരുന്ന ഫെലോഷിപ്പുകളാണ് കേട്ടോ. ഇപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെ ഫെലോഷിപ്പ്, എൻ്റെ ഒരു ഫ്രണ്ട്, ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ നിലമ്പൂരിലുള്ള ചോലനായിക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, ഏഷ്യയിലെ ഏക ഗുഹാവാസികളാണ് അവർ. അപ്പൊ അവന് കിട്ടിയ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ ഫെലോഷിപ്പാണ്. ഓക്കെ, ഏകദേശം 1 lakh അടുത്താണ് ഒരു മാസം കിട്ടുന്ന ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏക ഗുഹവാസികളാണ്, അവിടുത്തെ ആദ്യത്തെ എംഫിലുകാരനും PhD കാരനും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഫെലോഷിപ്പുകൾ കുറച്ചും കൂടെ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ഫെലോഷിപ്പുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫെലോഷിപ്പുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫെലോഷിപ്പുകളെല്ലാം കൂടുതലായി നിങ്ങൾക്ക് കിട്ടുന്നത് ബേസ്ഡ് ഓൺ ദ റിസർച്ച് പ്രൊപ്പോസലാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള മക്കളെ, നമ്മൾ ഒരു റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുവാണെങ്കിൽ, നമുക്കൊരു സ്റ്റൈപ്പൻഡ് കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ബേസിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് റിസർച്ച് പഠനത്തിൽ മുഴുകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിസർച്ചിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എപ്പോഴും എൻ്റെ ഒരു സജഷനാണ്, എപ്പോഴും നിങ്ങൾക്കൊരു ഫെലോഷിപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി പോകുന്നത് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. യെസ്, പിന്നെ SST കുട്ടികൾക്കാണെങ്കിൽ JRFന്റെ തന്നെ ഈക്വൽ പെർസെന്റേജ് ആയിട്ട് അവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. ഇതൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് പിന്നീട് സാഹചര്യത്തിൽ പറയാം. യെസ് മക്കളെ, നിങ്ങൾ ഇത് PhD ഒക്കെ വരുമ്പോൾ ഉള്ള സാഹചര്യമാണ്, പക്ഷെ നിങ്ങൾ ഇത് ഇപ്പോഴേ ലൈവായിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ നിങ്ങളൊരു PhD, നിങ്ങൾക്ക് JRF, നിങ്ങളിപ്പോൾ നെറ്റ് പരീക്ഷ പാസ്സാവുന്നു, I+ലൂടെ കൂടുന്നു, നെറ്റ് പരീക്ഷ പാസ്സാവുന്നു, JRF കിട്ടുന്നു. ഓക്കെ, അതിനുശേഷം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? അഡ്മിഷന് വിളിക്കും, PhD അഡ്മിഷന് വേണ്ടി വിളിക്കും. അപ്പൊ നമ്മുടെ ഒരു ഡോക്ടറൽ കമ്മിറ്റി ഉണ്ടാവും. നമ്മുടെ സൂപ്പർവൈസർ, ഗൈഡിന്റെ സൂപ്പർവൈസർ ഉണ്ടാവും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ചിലപ്പോൾ ഡീൻ ഉണ്ടാവും, സബ്ജക്ട് എക്സ്പെർട്ടൈസ് ഒക്കെ ഉണ്ടാവും. ഇവരടങ്ങുന്ന ഒരു ടീമിനാണ് നമ്മൾ ഡോക്ടറൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഡോക്ടറൽ കമ്മിറ്റിയുടെ മുന്നിൽ നിങ്ങൾ എന്ത് വെക്കും? ഒരു സിനോപ്സ് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ സിനോപ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അവരെ എടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അല്ലാതെ നിങ്ങൾ നേരിട്ട് പോയിട്ട് പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ JRFന്റെ വെയിറ്റേജിലോ PGയുടെ വെയിറ്റേജിലോ ഒന്നും അല്ല നിങ്ങളെ എൻട്രി ചെയ്യിപ്പിക്കുന്നത്. ബേസ്ഡ് ഓൺ ദി റിസർച്ച് സിനോപ്സിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രപ്പോസൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് ഫെലോഷിപ്പ് ഉണ്ട് മക്കളെ. ഞാനിത് ഇന്റർനാഷണൽ ഫെലോഷിപ്പുകളൊക്കെ വേറെയാണ് കേട്ടോ. N നമ്പർ ഓഫ് ഫെലോഷിപ്പുകളുണ്ട് കേട്ടോ. ഞാനത് കാറ്റഗറൈസ് വരുന്നത് കുറച്ചും കൂടെ സമൂഹത്തില് കുറച്ചും കൂടെ മാറ്റപ്പെടപ്പെടുന്ന നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഫെലോഷിപ്പ് കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. എല്ലാ കാറ്റഗറിക്കും രീതിയിലുള്ള ഫെലോഷിപ്പുകളുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. യെസ്, അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ JRF കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ PhDയിലേക്ക് എൻ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോടാ? നിങ്ങൾക്കൊരു പ്രപ്പോസൽ വേണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പ്രപ്പോസലുകൾ ഇവിടെ പറയുന്ന ഇപ്പൊ ഒരു പ്രപ്പോസൽ തീം ആയിക്കോട്ടെ, മറ്റ് പ്രോബ്ലത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ആയിക്കോട്ടെ, കൺസെപ്ച്വൽ ഫ്രെയിംവർക്കുകൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം ലിറ്ററേച്ചർ ബേസ് ആണ്. ഓക്കെ, ലിറ്ററേച്ചർ ബേസ് ആണ് കേട്ടോ. കുറച്ചുകൂടെ ഹൈൻഡർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് വേറെ സെക്ഷൻ ആയിട്ട് തന്നെ അത് പറയാം കേട്ടോ. ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആദ്യം റിസർച്ചിനെ മനസ്സിലാക്കേണ്ടത്. റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ വാട്ട്? കോമൺ സെൻസ്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ കോമൺ സെൻസ് മാത്രമാണ് റിസർച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു PhD ചെയ്യാൻ കോമൺ സെൻസ് മാത്രം മതി. എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ, കോമൺ സെൻസ് മാത്രം മതി. കാരണം ഇപ്പൊ ABCD 4 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ A എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു എന്ന് വിചാരിച്ചു. റിസർച്ചിൽ നമ്മൾ A എന്ന ഓപ്ഷൻ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്നറിയണ്ട, എന്തുകൊണ്ട് ബാക്കി 3 ഓപ്ഷൻസ് ഒഴിവാക്കുന്നു എന്നാണ് അറിയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഓപ്ഷൻ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് റിസർച്ചിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന റിസർച്ചിൽ നമുക്ക് പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാനോ പുതിയതായിട്ടൊന്നും നിർമ്മിക്കാനോ പറ്റില്ല. ക്ലിയർ ആണോ? ഉള്ള കാര്യത്തോടുകൂടി ഒന്ന് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോടൊന്ന് കൂട്ടി വായിക്കാനോ പറ്റുള്ളൂ. റീഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ പറ്റുള്ളൂ. ഇതൊക്കെ റിസർച്ചിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ആണ് സാറ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ആധികാരികമായ രീതിയിൽ ആ വിവരങ്ങളൊക്കെ കിട്ടും. യെസ്, അപ്പൊ സാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു DC കമ്മിറ്റി നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, പ്രസന്റേഷൻ തീം, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്ച്വൽ ഫ്രെയിംവർക്കുകൾ, ഒരു പ്രോബ്ലം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നു, റിസർച്ചിന്റെ ഓവറോൾ റെലവൻസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു DC കമ്മിറ്റി നിങ്ങളോട് ചോദിക്കുന്നത്. ഇതെല്ലാം ബേസ്ഡ് ഓൺ റിസർച്ച് പ്രപ്പോസലാണ് കേട്ടോ. യെസ് സാർ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. യെസ്, ഞാൻ കുറച്ച് പെട്ടെന്ന് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ആളുകൾ
നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ടാണ് സമയം കൂടുതൽ അപകരിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിലേക്ക് പോകുന്നത്. പക്ഷെ ഇത് ഓരോ സെഷനും ലിറ്ററേച്ചർ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം, സിനോപ്സ് എങ്ങനെ ഫ്രെയിം ചെയ്യണം, എങ്ങനെയാണ് ഫെലോഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഒരു ഇന്റർവ്യൂ, ഒരു JRF കിട്ടി ഒരു PhD വരുമ്പോൾ തീർച്ചയായിട്ടും JRF ഉള്ള ആളുകളും നെറ്റുള്ള ആളുകളും എല്ലാവർക്കും കമ്പൾസറി ആയിട്ട് എന്തുണ്ടാ ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പൊ എനിക്ക് JRF ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന എൻട്രൻസ് ടെസ്റ്റ് മാത്രമേ ഒഴിവാക്കപ്പെടുന്നുള്ളൂ. ഇന്റർവ്യൂ എല്ലാവർക്കും കമ്പൾസറി ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, നല്ല പ്രീമിയം യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങളുടെ പ്രപ്പോസൽ ആയിരിക്കണം. റിസർച്ച് പ്രപ്പോസലിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റികൾ റിസർച്ചിന് വിളിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് കേട്ടോ. അതായത് ഒരു നവംബർ ഡിസംബർ സൈക്കിളുണ്ട്, ഒരു ഡിസംബർ ജനുവരി സൈക്കിളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ ജനുവരി ഓഗസ്റ്റിനിടയ്ക്കുള്ള സൈക്കിളുണ്ട്. അത്തരത്തിലുള്ള സൈക്കിളിലാണ്, പീരീഡിലാണ് സാധാരണ യൂണിവേഴ്സിറ്റികൾ വിളിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു നെറ്റ് JRFന് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു റിസർച്ച് ഏരിയ, ഏത് ഏരിയയിലേക്കാണ് ഞാൻ റിസർച്ച് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വിഷയത്തിലേക്കാണ് ഞാൻ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടത്, അത് നമ്മുടെ ഇൻട്രസ്റ്റും നമുക്ക് ഡാറ്റ കിട്ടുന്ന അവൈലബിലിറ്റി, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നതാണ്. സാർ ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ റിസർച്ച് എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ആഫ്റ്റർ JRF അല്ലെങ്കിൽ നെറ്റ് ഇതൊക്കെയാണ് പ്രാക്ടിക്കലി സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസന്റേഷൻ ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? സാർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, യെസ്, ഓക്കെ. അടുത്തേക്ക് പോകാം സാർ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. മക്കൾ, ഇതൊരു ടെംപ്ലേറ്റ് ആണ്. ഒരു പ്രപ്പോസൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ഒന്ന് ബ്രോഡ് ഏരിയ ഓഫ് സ്റ്റഡി. ബ്രോഡ് ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ കൊമേഴ്സിലാണോ, അല്ലെങ്കിൽ ഫിനാൻസിലാണോ, അല്ലെങ്കിൽ കെമിസ്ട്രിയിലാണോ, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിലാണോ, അല്ലെങ്കിൽ എക്കണോമിക്സിലാണോ, ഏത് ഫീൽഡിലാണെന്നുള്ളതാണ് ബ്രോഡ് ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ എന്ത് വിഷയത്തെ പറ്റി നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ ഐഡന്റിഫൈ എന്ന് പറയുന്നത്. ദെൻ ലിറ്ററേച്ചർ റിവ്യൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു റിസർച്ചിന്റെ നട്ടൽ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ആണ് കേട്ടോ. ഓക്കെ, ലിറ്ററേച്ചറിന്റെ ബേസിലാണ് റിസർച്ച് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ആ ലിറ്ററേച്ചറിന്റെ അകത്ത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളടാ മക്കളെ, ഒരാള് ചെയ്തിട്ടുള്ള വർക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ഒരു കൂട്ടം റിസർച്ചേഴ്സ് ചെയ്തിട്ടുള്ള വർക്കുകൾ, അതിന്റെ ആകത്തുകയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവണം, ഇവരെന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ലിറ്ററേച്ചർ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്ത് മനസ്സിലാവും, ഇനി എന്തെല്ലാം ഈ വിഷയത്തിൽ പഠിക്കാനുണ്ട്. നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് എന്ന് നമ്മൾ ടെക്നിക്കലി പറയും. റിസർച്ച് ഗ്യാപ്പ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് എ ഫർദർ റിസർച്ച് നമ്മൾ പറയും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിറ്ററേച്ചർ റിവ്യൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ റെലവൻസ് ഓഫ് ദ സ്റ്റഡി, സോഷ്യൽ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് ദ സ്റ്റഡി ആണ് അവിടെ പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി. ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം, ഹൈപ്പോത്തിസിസ് ഒക്കെ വരുന്നുണ്ട്, ഒരു ഭാഗമാണ് പറയുന്നത്. ദെൻ ദ മെത്തഡോളജി. മക്കളെ, നമുക്ക് 2 ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഉള്ളത് കേട്ടോ. ഒന്ന് സോഷ്യൽ സയൻസ് റിസർച്ചും, 2 സയൻസ് റിസർച്ചും. നമ്മളെ പോലുള്ള ആളുകളൊക്കെ എവിടെ വരും? സോഷ്യൽ സയൻസിൽ വരും. യെസ്, സയൻസ് എന്താണ്? സ്റ്റഡി ഓഫ് നേച്ചർ ആണ് അല്ലെ? നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റി, പരിസ്ഥിതിയെ പറ്റിയുള്ള പഠനമാണ് ഏത്? സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. മനുഷ്യന്റെ ചെയ്തികൾ, മനുഷ്യന്റെ മാറ്റങ്ങൾ, ചേഞ്ചസ്, അവന്റെ ബിഹേവിയർ, ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, അവന്റെ പ്രോബ്ലംസ് ഒക്കെയാണ് സോഷ്യൽ സയൻസിൽ പഠിക്കുന്നത്. ഇവിടെ ഫൈൻഡിങ്സിനല്ല ഇമ്പോർട്ടന്റ്, ഇവിടെ എന്തിനാണ് ഇമ്പോർട്ടന്റ്? ഇവിടെ മെത്തഡോളജിക്കാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ എങ്ങനെയാണ് ആ റിസർച്ച് ഡിസൈൻ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് മെത്തഡോളജി വരുന്നത്. ഞാനത് പറയാൻ പോയി കഴിഞ്ഞാൽ മക്കളെ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ നമ്മുടെ സെഷനെ അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി വിഷയങ്ങളിലേക്ക് പോവാണ്. പിന്നെ ടൈറ്റിൽ മോർ സ്പെസിഫിക് ആയിരിക്കണം. ഇതൊക്കെ നമ്മളൊരു ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് പോകാം. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം വിചാരിക്കുക, റിസർച്ച് എടുക്കുന്നത് അലൻ സാറ് പറഞ്ഞതുപോലെ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പോയി പഠിക്കുന്ന പോലെ, റോബോട്ടിക് സയൻസ് പഠിക്കുന്ന പോലെ ഒന്നുമല്ല. സാറ് പറഞ്ഞല്ലോ, കോമൺ സെൻസ് ആണ്. നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PhDയിലേക്ക് പോകാം. PhDയിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു സജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ NITയോ ഒരു IITയോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്യാനുള്ള
ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം. അത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചുകൾ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കാദമിക്കിലേക്ക് അത് മാറുള്ളൂ. പിന്നെ എൻ്റെ അനിയന്മാരും അനിയത്തിമാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സിനാരിയോക്കകത്തൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് നിങ്ങൾ നേരിടുന്നത്. ഓക്കെ, അതിന് സെൽഫ് സ്റ്റഡി മാത്രം പോരാ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടീമിന്റെ ഇമ്പോർട്ടൻസ് വളരെ, ഇത് ഹൃദയം കൊണ്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഒരു തരത്തിൽ നിങ്ങൾ എടുക്കരുത്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടീം വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ തന്നെ ഓടിച്ച് ഇട്ട് കഴിഞ്ഞാൽ മക്കളെ ഫസ്റ്റ് പേപ്പറൊക്കെ നീങ്ങാൻ വലിയ പാടാണ്, മനസ്സിലാണോ? നമുക്കൊരു എഫേർട്ട് ആയിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ടീമിന്റെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോളാണ്, സ്കഫോൾഡറിന്റെ റോളിലാണ്. നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ അലൻ സാറും ഒക്കെ ആയിട്ട്, സാറിന്റെ ഒക്കെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? സാറുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ മൈൻഡ് സാറൊക്കെ അത്രയും കൂളാണ് അല്ലെ? ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണ് എന്നൊരു രീതി ഉണ്ടല്ലേ, ആ രീതിയിൽ തന്നെ നമ്മൾ വളരെ നമ്മുടെ മനസ്സ് നിറയുന്നതാണ്. അപ്പൊ അത്തരത്തില് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, വളരെ നന്മയുള്ളൊരു ടീമാണ് I+ന്റെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ആ നന്മയിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ടീച്ചറിനെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ ഈ വിഷയത്തെ പറ്റി മനസ്സിലാക്കിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ജഗദീശന് എല്ലാവരും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം കേട്ടോ.